ഇവിടെ നിൽക്കുമായിരുന്നല്ലേ കൊച്ചു ഗള്ളി. സുന്ദരി ആ സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ ചുരുൾമുടി സോറി. അതെ ഞാൻ അടുക്കള നോക്കി കണ്ടില്ല. ഞാൻ ഇവിടെ അല്ലായിരുന്നു കേട്ടോ, പിന്നെ എങ്ങനെ അടുക്കള കാണും? ആണോ? അതെ കിട്ടിയില്ല. കിട്ടിയില്ലാന്ന് പഴങ്ങ ഞാനോട് മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, എടുത്ത് കുടിച്ചോ? ഇടി അതല്ലെന്ന്, പിന്നെ അതിന് മുമ്പുള്ളത് കിട്ടിയില്ലാന്ന്. ആഹാ, അപ്പൊ പല്ല് തേച്ചില്ലേ? ആ വാഷ് ബേസിൻ എടുത്തിരിപ്പുണ്ട്, പേസ്റ്റും ബ്രഷും. ഇടി അതല്ലെന്ന്, നിനക്ക് എന്ന് മനസ്സിലാവാத പോലെ. നമുക്കൊരു ഉണ്ണിയൊക്കെ വേണ്ടേ? ഏട്ടാ ഉണ്ണിയപ്പം ഞാൻ ചായക്ക് ഉണ്ടാക്കി തരാം, ഞാനിതൊന്ന് അരക്കിട്ടെ. അരച്ചരച്ച് തേഞ്ഞ് എന്റെ കൊച്ചിന്റെ കൈ കുടന്ന നിറയെ തിരുമധുര. ഇവളെടുക്കത്തില്ല. ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ? പറമുത്തേ. അതെ എല്ലാരും ചോദിച്ചു തുടങ്ങി. അതാ പറഞ്ഞ നമുക്ക് അകത്ത് പോയിരിക്കാം. പറയട്ടെ, അവിടെ നിക്ക്. അതെ കുഞ്ഞമ്മയും വല്യമ്മയും ഒക്കെ പറയുവാ, കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായില്ലേ, എന്തിനാ വെച്ച് താമസിപ്പിക്കണേന്ന്. എടീ അതാ പറഞ്ഞത്, നിന്റെ അമ്മയ്ക്കും കുഞ്ഞമ്മയ്ക്കും എല്ലാവർക്കും ബുദ്ധിയുണ്ട്, അതുപോലും നിനക്കില്ലാണ്ടായി പോയല്ലോടി. അതിന് ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ചേട്ടനും കൂടെ വിചാരിക്കണ്ടേ? എടീ എനിക്ക് 24 മണിക്കൂർ ആ ഒരു വിചാരം മാത്രമല്ലേ ഉള്ളു. എന്നിട്ട് എന്തായിട്ട് ഏട്ടൻ പണിക്ക് പോവാത്തത്? പണിക്കാ? കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ട് കെട്ടിനെ പെരക്കകത്ത് വെച്ചോണ്ടിരിക്കുവാണെന്ന് എല്ലാരും എന്നോട് ചോദിക്കണത്. അപ്പൊ പണിക്ക് വേണ്ടി കല്യാണം കഴിച്ചേ? പിന്നെ പണിക്ക് പോകണ്ടേ? അത് ശരി, നിനക്ക് എന്നാ പണിക്ക് പോയാല്? അങ്ങനെയോ? അപ്പൊ അടുക്കള പണി ഞാൻ വന്ന് ചെയ്യോ? ഓ അടുക്കളത്തെ പാടായിരുന്നു നീ പറയല്ലേ. നീ 24 മണിക്കൂർ എന്റെ ഫോൺ നോക്കി നീ കുക്കർ ഷോയുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ, അതിന്റെ ഗുണമൊന്നും ഞാൻ കാണുന്നില്ലേ അടുക്കളയില്. അയ്യടാ, നിങ്ങൾ എന്നെ കുറ്റമൊന്നും പറയണ്ട. രാത്രി കിടന്ന് നിങ്ങളും കുറെ വീഡിയോ കാണുന്നുണ്ടല്ലോ, അതിന്റെ ഗുണമൊന്നും ഞാനും കാണുന്നില്ല. അല്ല പിന്നെ ഗൾഫിൽ പണിയണ്ട അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ച് വന്നിട്ട് ഇങ്ങനെ ഒരു പറയുന്നില്ല ഒന്നും. എടീ അത് പോട്ടെ, നീ എന്നെ ഒരാവശ്യം ചീത്ത പറഞ്ഞു. നിങ്ങളെ ചീത്തയല്ലായിരുന്നു പറയേണ്ടത്, നിങ്ങളുടെ തൊഴിയായിരുന്നു തരേണ്ടത്. എന്റെ സ്വപ്നത്തിലെ ശുഭമുഹൂർത്തമാണ് നിങ്ങൾ കാരണം ഇല്ലാണ്ടായി പോയത്. ശുഭമുഹൂർത്തം അതൊക്കെ പോട്ടെ, എന്നെ കണ്ടെന്ന് പറ. അതെ ഞാൻ നിങ്ങളുടെ മരിച്ചുപോയ അച്ഛനെ സ്വപ്നത്തിൽ കണ്ടത്. എന്റെ അച്ഛനെ? എന്നിട്ട് അച്ഛൻ പറയുവാ, നമ്മുടെ വീടിന്റെ ഏതോ ഒരു മൂലയില് വെള്ളി കൊടുത്ത് നിറച്ച് സ്വർണ്ണനാണയം ഇട്ട് വെച്ചിട്ടുണ്ടെന്ന്. സ്വർണ്ണനാണയോ? ഞാൻ ചോദിച്ചു അച്ഛ അത് എവിടെ ഇരിക്കണേ ചോദിച്ചപ്പോ നിങ്ങളുടെ ഒരു മുടിഞ്ഞ ചായ പോയി. അതൊക്കെ സ്വപ്നത്തിന് ബാക്കി കാണണ്ടി. ഇത് സ്വപ്നം അല്ലാണ്ട് യൂട്യൂബിലെ വീഡിയോ ഒന്നല്ല, പോസ്റ്റ് ചെയ്ത് തോന്നുമ്പോ കാണാനായിട്ട് വന്നേക്കുവാ അങ്ങോട്ട്. അതെ സ്വപ്നം പോയി, വെള്ളിക്കുടം പോയി, നിങ്ങൾ വല്ല പണിക്കും പോവാൻ നോക്കി, എങ്കിലും ഈ കുടുംബം നന്നാവുള്ളൂ. അല്ലടി ഈ സമയത്തെ ഞാൻ ഹോം ഡെലിവറിയുടെ പരിപാടി ഞാൻ ആലോചിക്കാം. ഹോം ഡെലിവറിയോ? നിങ്ങൾക്ക് നാണമില്ല ഏട്ടാ പണിക്ക് പോവാനായിട്ട്? അതിന് നാണിക്ക് എന്തിനാടി? ഓരോ വീട്ടിൽ കൂടെ നടന്ന് പ്രസവം എടുക്കാനോ? നിങ്ങളെ ഞാൻ വിടിയല്ല. അയ്യേ നാണക്കേട്. വീട്ടിൽ കിടന്ന് പ്രസവം എടുക്കാൻ? എടി ആ ഡെലിവറി അല്ല ഡെലിവറി. പിന്നെ ഇത് ഓർഡർ അനുസരിച്ച് ഓരോ സാധനങ്ങൾ വീട്ടിൽ കൊണ്ട് കൊടുക്കാനോ ഈ ഹോം ഡെലിവറി എന്ന് പറയണേ. ഓ ഇതുപോലെ സാധനത്തിന് ബുദ്ധി വിവരമില്ലാത്ത സാധനത്തിനാണല്ലോ ദൈവമേ എന്റെ തല കെട്ടി വെച്ചിട്ട്. എനിക്കാണോ വിദ്യാഭ്യാസം വിവരമില്ലാത്തത്? എനിക്കോ? നിനക്ക് ആണോ? ഞാനേ പഴയ MSc PhD അറിയാവോ? സംശയം ഉണ്ട് നിങ്ങൾ എന്റെ അച്ഛനോട് ചോദിക്കുക, അമ്മയോട് ചോദിക്കുക, ഇല്ലെങ്കിൽ എന്റെ പഴയ ഭർത്താവിനോട് ചോദിക്കുക, ഞാൻ വേണേ നമ്പർ തരാം. എടി ദ്രോഹി.